വേണ്ടി വരുന്നൊരു ഭീരുവായിട്ടാണ്. ഭാഗവതത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം ഇത് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയാണ്, വലിയ അനുഗ്രഹമല്ലോ, 7 ദിവസം കൊണ്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കിട്ടി, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് മരണത്തെ അഭിമുഖീകരിക്കാമല്ലോ എന്ന് പറയും. ഗംഗാതട പ്രവേശനം ചെയ്യുകയും അദ്ദേഹം അവിടെ പ്രായോപവേശത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും തെക്കോട്ട് ധർമ്മവരി അദ്ദേഹം പ്രായോപവേശത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോഴേക്ക് ഒട്ടേറെ മുനിവര്യന്മാർ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വരുന്നു. കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് ശുഗമഹർഷി. ശുഗമഹർഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സാക്ഷാൽ വ്യാസ ഭഗവാന്റെ പുത്രൻ, 16 വയസ്സുള്ള ഒരു പുത്രൻ. പുള്ളിയെക്കുറിച്ച് പറയുന്നത്, ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ തങ്ങുന്ന സമയം എന്ന് പറഞ്ഞ ഒരു പശുവിനെ കറക്കുന്ന സമയം വരെ മാത്രമേ അവിടെ തങ്ങുള്ളൂ എന്ന് പറയുന്നത്. അത് വളരെ കൽപ്പനാപൂരിതമായ ഒരു ഉപമയാണ് കേട്ടോ അത്. കാരണം സംസാര ജീവിതവുമായി ഏറ്റവും കുറഞ്ഞ സാമ്പർക്യം മാത്രം പുലർത്തുന്ന ഒരു വ്യക്തി, അത്രയും മുക്തനായ, ലൗകിക ജീവിതത്തിൽ നിന്ന് മുക്തനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വരികയും അദ്ദേഹത്തിൽ നിന്ന് ശ്രവിക്കുകയും ചെയ്യാണ്. ഭഗവത് കഥ ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഭാഗവതത്തിൻ്റെ ഘടന. ഇതിൽ ആദ്യത്തെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവേഷണ വിഷയം തന്നെയുണ്ട്. മഹാഭാരതവും ഭാഗവതവും എവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നതെന്ന് നമുക്ക് വലിയ കൺഫ്യൂഷനായി പോകും. എന്താ വെച്ചാൽ ഭാരതം പലരും പറയുന്ന ഉപരിചര വസ്തുവിൽ നിന്നാണ് കഥ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ഉപരിചര വസ്തുവിൻ്റെ ശുക്ലം ഗംഗാതടത്തിൽ വീഴുകയും അത് അദ്രിക എന്ന് പറയുന്ന ഒരു മത്സ്യം വിഴുങ്ങുകയും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ 2 കുട്ടികളുണ്ടാവുകയും ആ കുട്ടികളിൽ ഒന്ന് സത്യവതിയായി മാറുകയും സത്യവതിയിലൂടെ കുരുവംശം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു ഓർഡറാണ്, വംശാവലിയാണ് പറയുന്നത്. മറിച്ച് ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ 80 കാലഘട്ടങ്ങളിൽ, 980, 90 കാലഘട്ടങ്ങളിൽ സാഹിത്യ നഭസിനെ പിടിച്ചു കുലുക്കിയ ഒരു പുസ്തകമാണ് 100 Years of Solitude എന്ന് പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ റൈറ്ററായിട്ടുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ നൊബേൽ സമ്മാനം ലഭ്യമായിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് ഇത്രയും പ്രഖ്യാപിതമാകുന്നത്, ഇത്രയേറെ പ്രശസ്തി നേടുന്നത് മാജിക്കൽ റിയലിസം എന്ന ഒരു ക്രാഫ്റ്റ് അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിൽ അരീലിയാനോ ബുവേൻഡിയ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഒരു ഐസ് കട്ട കാണാൻ വേണ്ടി പോകുന്നത് എടുത്തു വെച്ചാണ് കഥ തുടങ്ങുന്നത്. പക്ഷെ കഥ പറഞ്ഞു വരുമ്പോഴേക്ക് അവിടെ വെച്ചാണോ എന്ന് വായനക്കാരന് കൺഫ്യൂഷൻ തോന്നിപ്പോകും. അതാണ് മാജിക്കൽ റിയലിസമാണ്. പക്ഷേ അതൊരു മാജിക്കലുണ്ട്. പക്ഷേ മഹാഭാരതവും ഭാഗവതവും കമ്പോ വായിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 Years of Solitude ഒരു അത്ഭുതം നൽകുന്നൊരു വസ്തുതയേ അല്ല എന്നുള്ളതാണ്. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ 80കളിലും 90കളിലുള്ള പ്രമുഖരായ നിരൂപകരാരും തന്നെ ഇതിൽ കൂടെ കടന്നുപോയിട്ടില്ല. കുട്ടിക്കൃഷ്ണമാരാരുടെ കാലഘട്ടത്തിന് ശേഷം ആരും തന്നെ ഭാരതത്തിനെയും ഭാഗവതത്തിനെയും സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ പൈതൃകമാണ്. ഈ പൈതൃകത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ സാഹിത്യകൃതികൾ, ദാർശനിക ഭാവങ്ങൾ എല്ലാം വിടർന്നു വന്നിട്ടുള്ളത്. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് ആമുഖമായിട്ട് പറഞ്ഞു വെച്ചത്. ഇനി എങ്ങനെയാണ് ഭാഗവതം വായന കെടുക്കുന്നതെന്നും എങ്ങനെയാണത് പ്രവചനം നടത്തുന്നതെല്ലാം നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങളിൽ ഭൂരിപക്ഷം പേരും പല ഭാഗവത പാരായണങ്ങളിലും പങ്കെടുത്തിട്ടുള്ളവരാണ്. ഏതാണ്ട് അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് ഗുരുദേവ ഭാഗവതം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് മുൻകൂട്ടി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്രഹണത്തിന്, അത് ഗ്രഹിക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. ഗുരുദേവൻ്റെ ജീവിതത്തെ അധികരിച്ചുകൊണ്ട് 7 ദിവസങ്ങളിലായിട്ട് ഗുരുവിൻ്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അതൊരു തുടർ ജീവിതമാണ്. വളരെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ന് വെച്ചാൽ ഒരു കാലക്രമാനുഗതമായി നടക്കുന്ന ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിനോടൊപ്പം ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചരിത്രം അലകും പിടിയും മാറുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷീഭൂതരായി മാറുന്നുണ്ട്. അത്രയും മനോഹരമായ, അതായത് ചരിത്രവുമായും മനുഷ്യ ജീവിതവുമായി ഇഴപഴകി കിടക്കുന്ന
ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു ധന്യ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോഴേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി, കേരളത്തിൻ്റെ ചരിത്രം ഒരു സാക്ഷിഭാവത്തിൽ നിൽക്കുകയല്ല, കേരളത്തിൻ്റെ ചരിത്രത്തെ ബോധപൂർവം മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് കൂടി അതിനെ കാണേണ്ടതുണ്ട്. എന്നെ സത്യത്തിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ എന്നെ അലട്ടിയിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയായിരുന്നു. ഗുരുദേവൻ്റെ ജീവിതം പ്ലെയിനായിട്ട് പറഞ്ഞു പോയാൽ മതിയോ, അതേ ഗുരുവിൻ്റെ ദാർശനിക ജീവിതത്തെക്കുറിച്ചും കൃതികളെക്കുറിച്ചും മാത്രം പറഞ്ഞു പോയാൽ മതിയോ, അതോ സോഷ്യൽ റിഫോംസിനെ കുറിച്ചും ഗുരുദേവൻ്റെ ബഹിർമുഖമായ വൈവിധ്യമാർന്ന വേഴ്സാറ്റൈൽ എന്ന് പറയാവുന്ന വ്യക്തിത്വം ഏതെല്ലാം മണ്ഡലങ്ങളിലേക്ക് സൂര്യപ്രകാശം ചൊരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൂടി പറയണമോ എന്ന്. ഇത് മുഴുവനും പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്താഹം പോരാ, 2-3 സപ്താഹങ്ങൾ തന്നെ വേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ നക്ഷലിലാക്കിക്കൊണ്ട് പറയുക എന്നുള്ള ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് എപ്രകാരമാകുമെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലുള്ള നിങ്ങളാണത് വിലയിരുത്തേണ്ടത്. 7 ദിവസങ്ങളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഒന്നാമത്തെ ദിവസം ഗുരുദേവൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ഗുരുദേവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. മൂന്നാമത്തെ ദിവസം ഗുരുദേവൻ്റെ അവധൂത ജീവിതം മരുത്വാമലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെയുള്ള ഒരു ഭാഗമാണ്. നാലാമത്തെ ദിവസം ഗുരുദേവൻ മരുത്വാമലയിൽ വന്നിട്ട് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നതും പിന്നെ സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന. അഞ്ചാമത്തെ ദിവസവുമ്പോഴേക്ക് ക്ഷേത്രപ്രതിഷ്ഠ എന്ത് സങ്കല്പം എന്ന ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ആറാമത്തെ ദിവസം സംഘടനാ രൂപങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് വിലയിരുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഏഴാം ദിവസവും മഹാസമാധി, ഫലശ്രുതി, എന്താണ് ഗുരുദേവൻ അവശേഷിപ്പിച്ചു പോയ പൈതൃകം, ഇത്രയും കാര്യങ്ങളാണ് ഏകദേശമായിട്ട് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഗുരുദേവൻ്റെ ജീവിതത്തെ പറഞ്ഞു പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ മനോഹരമായ ഒരു കാവ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രോതാക്കളുടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും പ്രവേശിക്കുവാൻ എളുപ്പമുണ്ടാകും എന്ന ഒരു വിചാരം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പല പുസ്തകങ്ങളും ഞാൻ തേടി അലഞ്ഞത്. ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. പക്ഷേ ആ പുസ്തകങ്ങളിൽ ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മനസ്സിന് യോജിച്ചത് എസ് രമേശൻ നായരുടെ ഗുരുപൗർണമി എന്ന ഒരു ഖണ്ഡകാവ്യമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് കവിത്വം തുളുമ്പി നിൽക്കുന്നതാണ്. ONV ഒരു കവിത വായിക്കുന്നത് പോലെ, ചങ്ങമ്പുഴയുടെ മനോഹരമായ ഒരു കവിത വായിക്കുന്നത് പോലെ അതിമനോഹരമായിട്ട് ഇത് വായിച്ചു പോകാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. രണ്ടാമത് അനുഷ്ഠുപൂർവ്വത്തിലാണ് ഇതിനകത്ത് ഭൂരിപക്ഷം അധ്യായങ്ങളും ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പാരായണ സുഗമതയുണ്ട്, ശ്രവണ സുഗമതയുണ്ട്. മറ്റുള്ളതെല്ലാം തന്നെ ഞാൻ കേട്ടിട്ടുള്ള എല്ലാം കേകവൃത്തത്തിലാണ്. അതിനൊരു ലല്ലാബിയുടെ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമുള്ളതുകൊണ്ട് ഒരുപക്ഷെ അത് പാരായണം ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും ഉറങ്ങിപ്പോയേക്കാം എന്നുള്ള ഭയമുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ അത് ഒഴിവാക്കിക്കൊണ്ട് ഇതിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് രമേശൻ നായരുടെ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4 അധ്യായങ്ങളാണ് ഒരു ദിവസം, 400ഓളം വരികളാണ് വായനയ്ക്കെടുക്കുന്നത്.